ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളിത് എന്ത് കണ്ടു നിൽക്കുക? മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ മാറിയില്ലേ? എടി, യുദ്ധം ചേകവന്മാര് തമ്മിലാവുമ്പോ ഏതെങ്കിലും ഒരു ചേകവർ വീഴണം. ഈ മാണിക്കോത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറിയവരാരും നല്ല രീതിയിൽ ഇവിടുന്ന് പോയിട്ടില്ല. ഒന്നുകിൽ പെടുമരണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൈ കൊണ്ട് ഒരു ആത്മഹത്യ. നിനക്കിതിൽ ഏതാണ് വേണ്ടത്? അല്ല, ഏതായാലും തരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇപ്പൊ വേണോ അതോ പിന്നത്തേക്കാക്കണോ എന്ന് മാത്രം നീ തീരുമാനിച്ചാ മതി. ഒന്നും പിന്നത്തേക്ക് വെക്കുന്ന പണി ഈ വിഷ്ണുവിനില്ല. എന്റെ കൈകൊണ്ട് നീ അന്ത്യകർമ്മകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു വേദവാക്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ. പറ, നീയോ അതോ നിന്റെ മോനോ? ആരാടാ കളക്ടർക്ക് നേരെ നിറയൊഴിച്ചത്? ഇനിയിപ്പോ അത് ആരാണെങ്കിലും നിന്റെയൊക്കെ ചാവടി എന്തിനെ കലണ്ടറിൽ കുറിച്ച് തന്നിട്ടേ ഈ വിഷ്ണു ഇവിടുന്ന് പോവുള്ളൂ. പറ, ആരിൽ നിന്നാടാ ചതി വന്നേ? കളക്ടറെ, അനധികൃതമായി എന്റെ മണ്ണിൽ കാലുകുത്തിയതിന് ദൈവം നൽകിയ ശിക്ഷ തോളും തുളച്ച് അവളിപ്പോ ആശുപത്രി കിടക്കുന്നത്. ഞങ്ങൾ ചെയ്യേണ്ട ജോലി മറ്റാരോ ചെയ്തു തന്നു. ആരാന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒളിഞ്ഞും മറഞ്ഞും നിന്നുള്ള യുദ്ധമറയൊന്നും ഞങ്ങളുടെ കൈവശമില്ല. നേരെ വാ, നേരെ പോ. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കടാ. പിന്നെ തിളച്ചുമറിച്ചൊക്കെ ആണല്ലോ ഇങ്ങോട്ട് വന്നത്. നീ അവളുടെ ഗുണ്ടയാണോ അതോ അവളുടെ ഡ്രൈവറോ? എന്തു പേരിട്ടും വിളിക്കാം. ഒപ്പം അവളുടെ കെട്ടിയൻ എന്നുള്ളൊരു ബഹുമതി പട്ടം കൂടിയുണ്ട്. അതുകൊണ്ട് തുളച്ചു കയറി വെടിയുണ്ടയുടെ ചുവട് പിടിച്ച് അത് വെച്ചവന്റെ അടിവേര് മാന്തിയിട്ടേ എനിക്ക് മടക്കുള്ളൂ. ഓ, അപ്പോ ഭൂമിയിൽ വീണ ഭാര്യയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ വന്നതാണല്ലേ? പക്ഷേ നിനക്ക് വന്ന സ്ഥലം തെറ്റിപ്പോയല്ലോടാ മോനെ. എടാ, നിന്ന നിൽപ്പിൽ നിന്നെ ഉടലോടെ പറഞ്ഞയക്കാൻ കെൽപ്പുള്ള മാണിക്കോത്ത് മഹേന്ദ്രന്റെ മുന്നിലേക്ക് ആയുസ് തീർക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വന്ന് കേറുവോടാ? നീ ചാവേറാടാ, ചാകാൻ വന്നവൻ. എന്നാ കൊല്ലടാ. ഇതെന്റെ അച്ഛനാ, എനിക്ക് ജന്മം തന്ന ആൾ. ഞാനും എന്റെ അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ മകൻ തടി പോലെ നോക്കി നിൽക്കുമ്പോ അച്ഛന്റെ ദേഹത്താരെങ്കിലും കൈവച്ചാൽ വെക്കുന്നവന് ഇവിടുന്ന് രണ്ടു കാലം നടന്നു പോവില്ല. അത് മക്കൾക്ക് എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഞാൻ വിഷ്ണു, സത്യഭാമയുടെ മകൻ. പാളയം വിഷ്ണു, ഇടിവള വിഷ്ണു, അങ്ങനെ പേരുകളും ബഹുമതികളും ഒരുപാടുണ്ട്. എന്നെ കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് പുറകോട്ടുള്ള കഥകള് പാളയം മാർക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും. അതൊരു പക്ഷെ മക്കൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ കനൽക്കട്ടയിൽ ഉറുമ്പിനെ കൊണ്ട് അരിവിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? നടക്കട്ടെ. നീ എന്തായാലും നിന്നെ സ്വയം പരിചയപ്പെടുത്തി സ്ഥിതിക്ക് നീയും അറിഞ്ഞോ ഞാൻ ആരാണെന്ന്?
എനിക്കിതുപോലെ കുറച്ച് പുറകോട്ടുള്ള മാർക്കറ്റിലെ കഥയൊന്നുമില്ല. കാരണം ഞാൻ കൂടുതലും പുറത്തല്ലായിരുന്നു, അങ്ങ് അകത്തായിരുന്നു, സെൻട്രൽ ജയിലിൽ. ഒന്ന് പോയി തിരക്കിയ ഇപ്പോഴും മൂക്കിന്റെ പാലം നേരെയാവാത്ത ഒരു ജയിൽ വാർഡനുണ്ട്. 3 ദിവസമാ വയറ്റിൽ നിന്നുള്ള നീരും വെള്ളവും നിർത്താതെ പോയിക്കൊണ്ടിരുന്നത്. കൂടെ ഇടിക്കാൻ വന്ന പോലീസുകാർക്ക് അത് നേരെ തിരിച്ചാ സംഭവിച്ചത്. വയറ്റിന്നേ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് വിളച്ചിലൊക്കെ അങ്ങ് ഗേറ്റിന്റെ പുറത്ത്. ഇത് നട്ടലുള്ള ആണുങ്ങൾ താമസിക്കുന്ന വീടാ. കുഴപ്പത്തിന് എന്തെങ്കിലും വന്നാ നടുവും കാണില്ല, നട്ടെല്ലും കാണില്ല. നിർത്ത്. നാവ് കൊണ്ട് മരം മുറിക്കാൻ പ്രയാസമാണെങ്കിലും നീ അതിന് ശ്രമിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. പക്ഷെ അപ്പനാണെങ്കിലും മകനാണെങ്കിലും എനിക്ക് എന്റെ ഇരയെ കിട്ടിയ മതി. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ ചതിച്ചു കൊല്ലാൻ നോക്കിയത് നീയാണെങ്കിലും നിന്റെ തന്തയാണെങ്കിലും കിടത്തി ഉറക്കിയലടാ ഈ വിഷ്ണു. അതൊന്ന് നിന്നെയും നിന്റെ അച്ഛനെയും ഒന്ന് അറിയിച്ചു തരാനാ നിന്റെയൊക്കെ മടയെ കയറി വന്ന് ഇങ്ങനെ നെഞ്ചു വിരിച്ച് വെല്ലുവിളിക്കുന്നേ. സത്യം തുറന്നു പറഞ്ഞ നീയൊക്കെ നിരപരാധികളാണെങ്കിൽ നിന്റെയൊക്കെ ആയുസിന്റെ എണ്ണം കൂടും. ഇല്ലെങ്കിൽ അത് ഞാനങ്ങ് എടുക്കും. അതിന് നീയൊക്കെ ഈ വെച്ചിരിക്കുന്ന പോലെ ഈ പട്ടാളമൊന്നും എനിക്ക് വേണ്ട. നേരിട്ട് ചെയ്യണോ ഞാൻ? അയ്യോ, നിങ്ങളിത് എന്ത് കണ്ടു നിൽക്കുക? മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ മാറിയില്ലേ? എടി, യുദ്ധം ചേകവന്മാര് തമ്മിലാവുമ്പോ ഏതെങ്കിലും ഒരു ചേകവർ വീഴണം. അതാണ് യുദ്ധതന്ത്രം. വീഴുന്നത് സ്വന്തം മകനാണെങ്കിലോ? അത് അവന്റെ വിധിയാണെന്നങ്ങ് കരുതും.